നിങ്ങളുടെ സ്വന്തം രക്കപ്പെട്ട സമീനന്മാരാ. ഇതാ സഹധർമ്മിണി ശ്രീമതി കോമളം. ഏവർക്കും മലബാരൻ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞങ്ങളും, ഞങ്ങൾക്കൊപ്പം നിങ്ങളും. നിങ്ങളുടെ നിലവാരം അതാണ് നമ്മുടെ മലബാരം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് കൂടെ വേണം. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നന്ദി, നമസ്കാരം. എന്താണെങ്കിലും ഉണ്ണിയേശുവിൻ്റെ ക്രിസ്മസ് അല്ല 25-ന് നമ്മൾ ചെയ്യേണ്ടത് ക്രിസ്മസിന് എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ണിയേശുവും പുൽത്തകടും ഒക്കെ ഉണ്ടാക്കണം കുട്ടികൾക്ക്. നന്നായിരിക്കട്ടെ. നമ്മൾ മുടക്കാൻ പാടില്ല. കുഞ്ചുവാ ചെയ്തു തന്നല്ലേ. നന്നായിരിക്കട്ടെ. ഓ റെഡിയായാ? എപ്പ വരും? എന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാ പോവാണ് വീട്ടിക്ക്. അമ്മാമ്മ വീട്ടിക്ക് പോവാണ്. എന്നിട്ട് എപ്പ വരും? കുട്ടികളെ പോവുകയാണ് കാസർഗോഡ് വീട്ടിക്ക്. അതാ റെഡി ആയിരിക്കുന്നു പോകാൻ. ക്രിസ്മസ് 10 ദിവസം പൂട്ടിയിട്ട് 10 ദിവസമാ. 4 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന്. 4 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന്. ഒരു കാര്യം ചെയ്യാം, 4 ദിവസം കണ്ട ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസം കണ്ട് വന്നാൽ മതി. സ്കൂൾ തുറക്കുമ്പോൾ വരണ. നിങ്ങൾ 10-15 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. 10-20 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. സമാധാനം ഞങ്ങോട്ട് വരും. അതാ നല്ലത്. ചേച്ചി വരുന്നുണ്ട്. അവരും വരുന്നുണ്ട് പറയുന്നത് തന്നെ. നിങ്ങളും പോകാണ്. വണ്ടി പറഞ്ഞ ജോലി കഴിഞ്ഞ മതി വരൂല്ലേ? നിങ്ങൾ നിങ്ങപ്പോ വരും. ഇപ്പൊ നിങ്ങ പോയാ 2 ദിവസം കഴിഞ്ഞിട്ടാ? 2 ദിവസം കഴിഞ്ഞിട്ടാണോ? രണ്ടല്ല, നിങ്ങൾ ആ 2 വർഷത്തിലൊരു ഇതേ കിട്ടുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരും. ശരി, 15 ദിവസം കണ്ട് വന്നാ മതി. മെല്ലെ വന്നാ മതി. കേട്ടടാ, അമ്മയോട് ചോദിച്ചു പറ. എല്ലാവരും അന്വേഷിച്ചു പറയട്ടെ. ഓടിയൊന്നും വരുമൊന്നും വേണ്ട. മെല്ലെ വന്നാ മതി. മെല്ലെ വന്നാ മതി. നിങ്ങൾ എന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് പോവോ? പണിമാറി ആരുടെ വണ്ടി പറഞ്ഞ? പ്രകാശ് ചേട്ടന്റെയാ? ആ വണ്ടി വന്നിട്ട് മെല്ലെ പോയാ മതി. നിങ്ങളോട് വിട്ടിട്ട് വരും. നിങ്ങളുടെ കൂടെ ഇതാണ് 4-5 ചേച്ചിമാരും വണ്ടി കയറ്റി വിട്ടിരുവാ. ഇവര് പോയാലേ നമുക്കൊരു ഗുണമുണ്ട്. നമുക്ക് രണ്ടാൾക്ക് എന്താ ഗുണം അറിയോ? ഇവര് 1 മാസം വരാണ്ടിരുന്ന സമാധാനമായി, കാര്യം ഗംഭീരമായി. എന്താ അറിയോ? ഈ 1 മാസം വരെ ഇവിടെ ഇല്ലല്ലോ. നേരിങ്ങ രണ്ടാള് രണ്ടാളത്ത് പോയിട്ട് ഒരു തമിഴ് പാട്ടുണ്ടേ. എങ്ങനെ അറിയോ? മരുമക്കൾ പോനാ നല്ലത്, അടി മരുമക്കൾ പോനാ നല്ലത്, ഒപ്പം മക്കളും போனா நல்லது, சாயந்தரம் வாங்கலாம் சின்னது, மனசுக்குள்ளே சந்தோஷம் வந்தது, மனசுக்குள்ளே சந்தோஷம் வந்தது. டிம் கண்ணக்கா டிம் கண்ணக்கா டிம் കണ്ണക്കാ. 50,000 റുപ്യ എനിക്ക് പെൻഷൻ കിട്ടില്ലേ? പിന്നെ കൃഷി വകുപ്പ് ഞാൻ പിരിഞ്ഞല്ലേ? നമുക്ക് രണ്ടാൾക്ക് സുഖമല്ലേ? ഇനി ഇവിടെ ചോറും കഞ്ഞിയും നോക്കണ്ട, ചോറും കഞ്ഞിയും വെക്കണ്ട. ഇപ്പൊ ഞാൻ പോകാ സാധനം ഏൽപ്പിക്കാം. അവർ 2 ആഴ്ച 3 ആഴ്ച വരട്ടേന്ന്. അതന്നെ, അതെന്താ അറിയാ? അതാണ് ഞാൻ പറഞ്ഞത്. മക്കള് പോനാ നല്ലത്, ഈ മരുമക്കൾ പോനാലും നല്ലത്, சின்னது சாயந்தேரம் வாங்கலாம், மெதுவாகிருந்து சாப்பிடலாம். സൂപ്പർ ഇതൊരു ഐഡിയ പലവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഈ മക്കള് കുട്ടി കുടുംബം പറഞ്ഞു കഴിഞ്ഞാലേ നോക്ക് പലവിടെ നമ്മൾ കണ്ടിട്ടില്ലേ? അവിടെ കേസ് പെട്ടെന്ന് നോക്ക്, അയാൾ ഭാര്യ സുഖമായിട്ടിരിക്കണല്ലേ? മക്കളൊക്കെ അവര് ഭാര്യ വീട്ടിൽ പോയിരിക്കല്ലേ? അവര് ഭാര്യ വീട്ടിൽ പോയിട്ട് നോക്ക്, നമ്മ 2 ആളുള്ളൂ. നമുക്ക് ചായ ആണെങ്കിൽ ഇത്ര 2 ലിറ്റർ പാല് മതി, 3 നേരം മതി, ഇത്ര ചോറ് വെച്ചാൽ മതി. അതന്നെ സന്തോഷം. വിളിക്കൊന്നും വേണ്ടാട്ടാ, ഫോൺ ചെയ്യണ്ട. ഫോൺ ചെയ്യോ? അവര് ഫോൺ ചെയ്താ പറ. അവര് വരാ പറഞ്ഞ ഞാൻ പറയാം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യുമ്പോൾ സൂത്രം പറയാ. കേട്ടില്ല പറഞ്ഞാൽ മതി. ഫോണ് കേട് വന്നു പറയാ. അപ്പൊ ചിലപ്പോ അത് കുത്തി കഴിഞ്ഞാൽ അവരും പോവില്ലേ? ആമ്പിളേടെ അങ്ങോട്ട് പോവില്ലേ? സന്തോഷമായി കാലക്ക്. നീ പോയിട്ട് ചായ എടുത്തു. അതന്നെ കൊണ്ടുവരാം, ചായ ഇപ്പൊ കൊണ്ടുവരാം.